ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ തോരൻ വെക്കുന്ന രീതി കാണാം. ഇത് ചുണ്ടൽ എന്ന് പറയുന്ന സാധനമാണ്. ചുണ്ടയ്ക്ക, ചുണ്ടങ്ങ എന്നൊക്കെ പല നാട്ടിലും പല പേരുകളാണ്. അപ്പോൾ ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മ വെച്ച് തന്ന ഓർമ്മയാണ്. അപ്പോൾ ഇത് വയ്ക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം. ഇത് പറമ്പിലൊക്കെ തന്നെ കിളിർത്ത് വരുന്നൊരു ചെടിയാണ്. തമിഴ്നാട്ടിലേക്ക് ഇത് വളരെ ഫേമസ് ആണ്. കാരണം ഇതവർ ഉണക്കി, തൈരിലൊക്കെ ഇട്ട് ഉണക്കി ചുണ്ടൽ പാക്കറ്റിനകത്തൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നിറച്ച് മുള്ളുള്ളൊരു ചെടിയാണേ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ചതയ്ക്കണം. ഇടികല്ലിലോ ആമിക്കല്ലിലോ വെച്ച് നന്നായിട്ട് ചതച്ച് രണ്ടായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിനകത്ത് ചെറിയ അരികളുണ്ട്, ചെറിയ തരികൾ പോലുള്ള അതിൻ്റെ വിത്തുകളാണ്. അപ്പോൾ അത് നല്ല കയ്പ്പ് രസമുള്ളതാണ്. അപ്പോൾ അത് മൊത്തം നീക്കിയാൽ തന്നെ നമുക്കിത് തോരൻ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കയ്പ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടിച്ച് ചതച്ചതിന് ശേഷം ഒത്തിരി വെള്ളത്തിലത് കഴുകണം. കഴുകി അതിൻ്റെ തോട് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് നല്ല കുറുകി നല്ലൊരു ഡാർക്ക് കളറാകും. നോക്കുകണ്ടോ, ഇതിനെ 3-4 വെള്ളത്തിൽ കഴുകിയാലേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. എടുക്കുന്ന ഞരടി നോക്കണം, ഏതെങ്കിലും കുരു പൊട്ടാതെ കിടപ്പുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്കിതിന് എന്തൊക്കെ സാധനങ്ങളാണ്, ഇൻഗ്രീഡിയൻസ് ആണിത് തോരൻ വെക്കാൻ വേണ്ടതെന്ന് നോക്കാം. ഒരു സവാള അത് ചെറുതായിട്ട് നിറക്കുക, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ, തേങ്ങാക്കൊത്ത്. നമ്മൾ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് എണ്ണയും കടുകും അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ പാത്രം നല്ല ചൂടാവുന്നതാണ്, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ്, അടിയിൽ പിടിക്കത്തില്ല. ഇരുമ്പ് ചട്ടിയാണിത്. ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യാറുണ്ട്. കാരണം പൂരി ഉണ്ടാക്കാനും ഫിഷ് ഫ്രൈക്കൊക്കെ ഞാനിത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റാം. തേങ്ങ കൊത്തിട്ട് ആദ്യം വറുത്തെടുക്കേണ്ടതാണ്, പക്ഷേ ഞാനത് മറന്നുപോയി. പിന്നീട് ഞാനിട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങ കൊത്തിടുന്നത് വളരെ ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനമാണ്. എന്തായാലും ഇത് നന്നായിട്ട് വെന്തു. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഏതാണ്ട് ആ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ചുണ്ടലിൻ്റെ തോട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ഞാൻ ഈ തേങ്ങ കൊത്തിപ്പ് ചേർക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതിനെ നന്നായിട്ട് വഴറ്റുക. ഇതിൽ ചേർക്കേണ്ട അരപ്പെന്ന് പറയുന്നത് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകമാണ്. നമ്മളത് ചതച്ചെടുക്കുക. പെരിഞ്ചീരകമാണ്. ആവിയിൽ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അരപ്പിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ആവി കയറ്റുക. അതിനുശേഷം നമ്മളിതൊന്ന് ഇളക്കിയെടുത്താൽ നന്നായിട്ട് വേകും. വെന്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ രുചികരമായിട്ട് കുട്ടികൾ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. താങ്ക്